നിന്റെ വക്കീലിനെ നിനക്ക് വിശ്വസിക്കാം. ഞാൻ നിന്നെ ചതിക്കില്ല. അതിനുവേണ്ടി മറുഭാഗം വക്കീലിനെ സ്വാധീനിക്കണമെന്നില്ല. എന്റെ മോൻ. അമ്മണി പോകൂ, ഞങ്ങൾ സംസാരിക്കട്ടെ. ബാല, നീ നന്നായി വാദിക്കുന്നു. ഐ ആം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷേ ഇന്ന് നീ ഒരു മണ്ടത്തരം പറഞ്ഞു. ഇറ്റ് വാസ് ജസ്റ്റ് എ സ്ലിപ്പ് ഓഫ് യുവർ ടങ്. വിക്രമൻ പിള്ള മൽപ്പിടുത്തത്തിൽ മറിഞ്ഞു വീണതുമാകാം എന്ന് നീ പറഞ്ഞു. റിമെമ്പർ? എന്റെ വല നെയ്യാൻ എനിക്കത് മതി. ഞാൻ അങ്ങനെ പറഞ്ഞത് ഐ നോ. എന്റെ വാദത്തെ ഖണ്ഡിക്കാനുള്ള ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ ഫലത്തിൽ നീ കുടുങ്ങിത്തരികയാണ് ചെയ്തത്. ആസ് എൻ അഡ്വക്കേറ്റ് യു ഹാവ് ടു ബി മോർ കെയർഫുൾ. മേലില്ലെങ്കിലും ഐ വിൽ കം ഔട്ട്. അച്ഛൻ മല നെയ്തോളൂ, രക്ഷപ്പെടാൻ എനിക്കറിയാം. ഷുവർ, ട്രൈ ഇഫ് യു ക്യാൻ. ഗുഡ് മോർണിംഗ്. സോറി, ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നെന്തോ പ്രോഗ്രാം ഉള്ള മട്ടുണ്ടല്ലോ. കാര്യം അങ്കിളിന്റെ മുമ്പ് നിൽക്കുമ്പോ എന്തൊരു മര്യാദക്കാരനാ. നിപ്പ് കണ്ടാ തന്നെ പാവം തോന്നും. അല്ലാത്തപ്പോഴും മര്യാദക്ക് കുറവൊന്നുമില്ല. എന്താ സംശയം തോന്നുന്നു? ചുമ്മാ അതിരിക്കും പറയട്ടാ. മുത്തശ്ശനോ? വക്കീൽ സാറേ, നീ എന്താടി കാന്താരി ഇവിടെ? അപ്പുറത്തെ കാണും. വക്കീലെ, ഒരു കേസുണ്ടായിരുന്നു, വാദിക്കാം. അത് കൊള്ളാം. ഞങ്ങളുടെ ജോലി അതല്ലേ മുത്തശ്ശ, അതിനല്ലേ ഇവിടെ ഇരിക്കുന്നത് തന്നെ. വാദിച്ചാ മാത്രം പോരെ, കക്ഷിയുടെ അമ്മയെ കൂടി ബംഗ്ലാവിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. പറ്റുമോ? എന്നോട് എന്തിനാ മുത്തശ്ശ ഇതൊക്കെ പറയുന്നേ? അല്ല, നിങ്ങളുടെയൊക്കെ വീട്ടിലിപ്പോ അതാണല്ലോ കീഴ്വഴക്കം, അതുകൊണ്ട് പറഞ്ഞതാണ്. ബാല, നിനക്കെങ്കിലും നാണമുണ്ടെന്ന് ഞാൻ കരുതി. നീ ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണടച്ചിരിക്കാൻ. നിന്റെയൊക്കെ പടി കയറി വന്ന എന്നെ വേണം പറയാൻ. ഇല്ല, ഞാൻ പോവുകയാണ്. ഇനി ഞാൻ ഈ പഠിക്കാത്ത കാലുകുത്തുക. നാളെ വരുമ്പോഴും ഇത് തന്നെ പറയണം കേട്ടോ. എന്താ ബാലേട്ടാ, മുത്തച്ഛൻ പറഞ്ഞ ഓർത്തിട്ടാണോ? ഏയ്, ഒന്നുമില്ല. പോട്ടെ, നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. വരുന്നേ, പ്ലീസ് കമാൺ. പറഞ്ഞ അനുസരിക്കില്ല, നല്ല തല്ല് കിട്ടണം. അമ്മിണി, എന്തോ? ഞാനിവിടെ വന്ന് താമസിച്ചതാണ് എല്ലാത്തിനും കാരണം.
നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല. ഒരിക്കലും ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. ഒരിക്കൽ പോലും ഈ സൗഭാഗ്യം എനിക്കുള്ളതാണെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഒഴിഞ്ഞു മാറിയത് ഞാൻ തന്നെയല്ലേ? അമ്മണിയെ തേടി ഞാൻ വീണ്ടും ഗ്രാമത്തിലേക്ക് വന്നപ്പോഴേക്കും അമ്മണി പോയി കഴിഞ്ഞിരുന്നു. അന്വേഷിക്കാവുന്നിടത്തെല്ലാം അന്വേഷിച്ചു. പക്ഷേ കണ്ടെത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമ്മുടെ ബന്ധത്തെ ഒരിക്കലും അങ്ങയുടെ വീട്ടുകാർ അംഗീകരിക്കില്ലായിരുന്നു. ഒടുവിൽ വീട്ടുകാർ നിശ്ചയിച്ച സാവിത്രിയെ ഞാൻ വിവാഹം ചെയ്തു. അമ്മിണിയെപ്പറ്റി എല്ലാം ഞാൻ സാവിത്രിയോട് തുറന്നു പറഞ്ഞു. പുതിയൊരു ജീവിതത്തിന് വേണ്ടി എല്ലാം മറക്കാൻ തയ്യാറായി. ഒരിക്കൽ പോലും വീണ്ടും കണ്ടുമുട്ടുമെന്ന് കരുതിയില്ല. അതും ഇങ്ങനെ. എനിക്കൊന്നിനും ആരോടും പരാതിയില്ല. ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. എന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ പതറിപ്പോകുന്നു. സാവിത്രി എന്നോട് ഉണ്ണിയുടെ അച്ഛനെ പറ്റി ചോദിച്ചു. എന്റെ ഭർത്താവിനെ കുറിച്ച് വിതുമ്പിക്കരയാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. പാവ സാവിത്രി. സാവിത്രിക്ക് എന്തറിയാം ആർക്കു വേണ്ടിയാണ് അങ്ങ് ജോലി രാജിവെച്ചതെന്നും കോടതിയിൽ ബാലനെ എതിർക്കുന്നതെന്നും അവർക്കറിയില്ലല്ലോ. ഉണ്ണി എന്റെ മകനാണെന്നല്ലാതെ നമ്മുടെ മകനാണെന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. സാവിത്രി, ഇനി എന്നെ വിളിക്കരുത്. ഭൂമിയോളം ഞാൻ താന്നു, ക്ഷമിച്ചു. ഒരു ഭാര്യയ്ക്കും അമ്മയ്ക്കും കഴിയാത്തത്ര അങ്ങയുടെ കാമുകയായിരുന്നു അറിഞ്ഞുകൊണ്ട് ഈ സ്ത്രീയെ എല്ലാരും എതിർത്തിട്ടും ഞാനിവിടെ താമസിക്കും. പക്ഷേ എന്നേക്കാൾ മുമ്പ് അങ്ങയുടെ മകന്റെ അമ്മയായത് ഇവരാണെന്ന് ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാവിത്രി, ക്ഷമിക്കൂ. എന്നേക്കാൾ മുമ്പ് നിങ്ങൾക്ക് അവകാശപ്പെട്ട ഇദ്ദേഹത്തോട് ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞോട്ടെ. സാവിത്രി, ഈ നിമിഷം വരെ നിങ്ങളുടെ ഒരു ആജ്ഞയും ആഗ്രഹവും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇനി ഞാൻ ഇവിടെ നിന്നാൽ വേണ്ട. ഇന്നിവിടെ നിൽക്കാൻ എന്നേക്കാൾ അർഹത അമ്മിണിക്കാണ്. അച്ഛാ, ഞാനും വരുന്നു. സാവിത്രി, സാവിത്രി, പോകരുത് സാവിത്രി. സാവിത്രി ഈ വീട്ടിൽ നിന്ന് പോകരുത്.
മോനെ, അമ്മ പോകുന്നു. പോകുന്നോ? എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. എന്തിന്? എന്തിനെന്നോ? ഇല്ല, എല്ലാ കാര്യങ്ങളും ഒരമ്മയ്ക്ക് മകനോട് പറയാനാവില്ല. ഞാൻ പോകുന്നു. അത്രമാത്രം നീ അറിഞ്ഞാൽ മതി. ഇല്ല, അമ്മ പോവാൻ ഞാൻ അനുവദിക്കില്ല. ഇല്ല ബാല, ഞാൻ തീരുമാനിച്ചതാണ്. അതിനി മാറ്റമില്ല. മുത്തശ്ശനെങ്കിൽ അമ്മയോടൊന്ന് പറയൂ. അച്ഛൻ വരൂ, പോകാം.